നമസ്കാരം. മൂന്നാം തവണയും ഇഡിയുടെ നോട്ടീസ് നിരാകരിച്ചതോടുകൂടി ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള അഭ്യൂഹം രാജ്യ തലസ്ഥാനത്ത് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും തന്നെ ഞങ്ങൾ നേരിടുമെന്നാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. പൊതുജനങ്ങളുടെ പിന്തുണ ഇതിനുവേണ്ടി തേടുക എന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ മേം ഭി കെജ്രിവാൾ എന്ന ഒരു ക്യാമ്പയിനുമായി ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് അഴിമതി തൂത്തുവാരാൻ വന്ന കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അത് ദക്ഷിണേന്ത്യയിലേക്ക് നോട്ടമെറിഞ്ഞതിന് തൊട്ടു പിന്നാലെ എന്ന് പറയേണ്ടി വരും. കാരണം അഴിമതിയിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ഭാരത് രാഷ്ട്ര സമിതിയുടെ നിയമസഭാ അംഗവുമായ കെ കവിത ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു പേരുണ്ട്, കേരളത്തിൽ നിന്നുള്ള വ്യവസായിയായ അരുൺ രാമചന്ദ്ര പിള്ള. ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി ദക്ഷിണേന്ത്യയിലേക്ക് ആം ആദ്മി പാർട്ടിയെ വളർത്താം എന്നുള്ള ഒരു അതിമോഹം കൂടി കെജ്രിവാളിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴാണോ ദക്ഷിണേന്ത്യയിലേക്ക് ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവരാനുള്ള തുടക്കങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള ഫണ്ട് ശേഖരണം ഒക്കെ തുടങ്ങിയത്, അന്ന് മുതലാണ് ഈ അഴിമതിയുടെ ഒരു കളത്തിലേക്ക് ആം ആദ്മി പാർട്ടി ഇറങ്ങി തുടങ്ങുന്നത്. എന്തായാലും നിലവിൽ മനീഷ് സിസോദിയ, മലയാളി വ്യവസായിയായ അരുൺ രാമചന്ദ്ര പിള്ള എന്നിവർക്കൊപ്പം ഇരുത്തി കവിതയും ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സിസോദിയയും കവിതയും മദ്യ വ്യവസായികളുടെ സൗത്ത് ഗ്രൂപ്പിന് വേണ്ടി വൻ അഴിമതിക്ക് കളം ഒരുക്കി എന്ന് തന്നെയാണ് ഇഡിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. നിലവിൽ എന്തായാലും കെജ്രിവാൾ ഉടൻ തന്നെ അറസ്റ്റിലാവും എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റ് വേണ്ട, അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ള ആശങ്ക കൂടി തലസ്ഥാനത്തുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.